നമ്മുടെ രാജ്യം അതിവേഗത്തിൽ വികസിക്കുമ്പോൾ കേരളത്തിന് അതിൽ വലിയൊരു പങ്ക് വഹിക്കാനുണ്ടാകുമെന്ന് വ്യക്തമാവുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അടുത്തടുത്ത നാളുകളിൽ നമ്മുടെ കേരളത്തിലേക്ക് എത്തുകയാണ്. ഇതിനു മുന്നേ അദ്ദേഹം വന്നു പോയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല. ഇപ്പോൾ വീണ്ടും അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദേശീയപാത 66, BPCL, റെയിൽ പദ്ധതികളുടെ എല്ലാം ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. BPCL ഏകദേശം 5,500 കോടിയുടെ പോളി പ്രൊപ്പലിൻ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന്റെ ഉദ്ഘാടനവും കൊല്ലത്ത് ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിയുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചിട്ടുണ്ട്. വൻ ജനക്കൂട്ടമാണ് പ്രധാനമന്ത്രിയെ കാണുന്നതിനായിട്ട് തടിച്ചുകൂടിയത്. മാത്രമല്ല എറണാകുളത്ത് അദ്ദേഹം റോഡ് ഷോയും നടത്തുകയുണ്ടായി. പ്രസംഗത്തിനിടയിൽ NDAക്ക് ഭരിക്കാൻ ഒരു അവസരം നൽകണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി. 5 വർഷം NDAക്ക് ഒരു അവസരം നൽകൂ എന്നാണ് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചത്. അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ വികസനമുണ്ടായില്ല. അതിനായി അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാകണം. ലോകം കേരളത്തെ തിരഞ്ഞെടുക്കണമെന്നതാണ് NDAയുടെ ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കേന്ദ്ര പദ്ധതികൾ തടസ്സമില്ലാതെ കേരളത്തിൽ നടപ്പിലാകാൻ തങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ജയ് കേരളം, ജയ് വികസിത കേരളം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം സംസ്ഥാനത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിഴിഞ്ഞം പ്രോജക്റ്റ് മാത്രമല്ല, IT മേഖലയിൽ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലൊക്കെ വളരെ വേഗത്തിൽ കുതിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം. നമ്മുടെ ഇവിടെ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളുണ്ട്, പ്രതിഭാശാലികളായിട്ടുള്ള യുവാക്കളുണ്ട്. അപ്പോൾ തീർച്ചയായും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഭരണം പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ വലിയ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുകൂടിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായിട്ടും കേരളം ഇന്ത്യയിലെ ഏറ്റവും വികസിത മേഖലയാവാനുള്ള എല്ലാ പൊട്ടൻഷ്യലുമുള്ള ഒരു സ്റ്റേറ്റ് ആണ്. എന്നാൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇപ്പോൾ ഉടക്കി നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ ഈ ഒരു യോഗത്തിലേക്ക് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എന്ന കാരണത്താൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഇപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുകയാണ്. എന്തായാലും രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും വികസനത്തിന് ഇത്തരം ഗവൺമെന്റുകൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾ കാരണമാകാതിരിക്കട്ടെ. വലിയ സാധ്യതകളുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.